ചാപ്റ്റർ PSC മൂന്നാം അധ്യയന വർഷത്തേക്ക് കടക്കുകയാണ്. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ നമ്മുടെ പ്രദേശത്തെ ഏറ്റവും മികച്ച PSC കോച്ചിങ് സെൻ്ററായി മാറിയിട്ടുള്ള തഴവ ചാപ്റ്റർ ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് വീട്ടിൽ നിന്ന് പഠിക്കുന്നതിന് വേണ്ടി ഓൺലൈൻ ക്ലാസ്സുമായി രംഗത്ത് വരികയാണ്. നമുക്കറിയാം, ഈ മാറുന്ന കാലഘട്ടത്തിൽ ഓൺലൈൻ ക്ലാസ്സുകൾക്ക് വളരെയധികം പ്രസക്തിയുണ്ട്. ഒരു നിമിത്തം എന്ന രീതിയിൽ ഇപ്പോഴത്തെ ഈ സാഹചര്യം ഉണ്ടാവുകയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിവിധ ആപ്ലിക്കേഷനിലൂടെ കടന്നു വന്നിട്ടുണ്ട്. ചാപ്റ്ററിലെ അധ്യാപകർ വരും ദിവസങ്ങളിൽ ഓൺലൈൻ മീഡിയയിലൂടെ PSCയുടെ കോച്ചിങ്ങിനാവശ്യമായ ക്ലാസ്സുകൾ പ്രദാനം ചെയ്യുകയാണ്. എല്ലാ വിദ്യാർത്ഥികളെയും ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. തഴവ ചാപ്റ്റർ PSC ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിലെ നോട്ടിഫിക്കേഷൻസ് മിസ് ആവാതിരിക്കാൻ വേണ്ടി അതിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എൻ്റെ പേര് അനൂപ് എന്നാണ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് PSC ഇംഗ്ലീഷ് എക്സാമുകളിൽ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പോർഷനാണ് ജെറണ്ട് ഫോംസ്. ജെറണ്ട് ഫോംസ് എന്താണെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് കാര്യം. ശ്രദ്ധിക്കുക, നമ്മളൊരു വെർബിന്റെ അടിസ്ഥാന രൂപത്തോടൊപ്പം ING രൂപങ്ങൾ കൂടി ആഡ് ചെയ്ത് എഴുതുന്നതിനാണ് നമ്മൾ ജെറണ്ട് ഫോംസ് എന്ന് പറയുന്നത്. ഒരു വെർബിന്റെ അടിസ്ഥാന രൂപത്തോടൊപ്പം ING രൂപങ്ങൾ കൂടി ചേർത്ത് എഴുതുന്നതിനാണ് നമ്മൾ ജെറണ്ട് ഫോംസ് എന്ന് പറയുന്നത്. PSC എക്സാമുകളിൽ ചോദിക്കാറുണ്ട്, വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്നതിൽ നിന്ന് ജെറണ്ട് ഫോം പിക്ക് ചെയ്യാൻ പറയും. അപ്പൊ വളരെ എളുപ്പമാണ്. എന്താണ് അതിനകത്ത് ING രൂപം എന്താണെന്ന് എടുത്ത് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പഠിച്ചിരുന്നാൽ മാത്രം നമുക്ക് ഒരു മാർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ ഇതാണ്: രാജു എൻജോയ്സ് ഡാഷ് ദ ഡ്രാമാസ്. ക്വസ്റ്റ്യൻ എന്താണ്? രാജു എൻജോയ്സ് ഡാഷ് ദ ഡ്രാമാസ്. ഓപ്ഷൻസ് നോക്കാം: റീഡ്, ടു ബി റീഡിംഗ്, ഹാവ് റെഡ് ആൻഡ് ഓപ്ഷൻ ഡി റീഡിംഗ്. ഈ വീഡിയോ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ജെറണ്ട് സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആൻസർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഓപ്ഷനിലെ നമുക്ക് ആരെയൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ ആദ്യം നോക്കാം, അല്ലെ? തീർച്ചയായിട്ടും ജെറണ്ടുമായിട്ട് ബന്ധപ്പെട്ട പോർഷൻ ഉണ്ട്. റീഡിനെ നമുക്ക് ഇവിടെ ആവശ്യമില്ല, അയാളെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ആൻഡ് ഓപ്ഷൻ സി എന്താണ്? ഹാവ് റെഡ് ആണ്. അയാളെ നമുക്ക് ഇവിടെ എന്തില്ല, ആവശ്യമില്ല, എലിമിനേറ്റ് ചെയ്ത് കളയാം. പിന്നീടുള്ള രണ്ട് പേരാണ് പ്രശ്നം. ആരൊക്കെയാണ്? ഒന്ന് ടു ബി റീഡിംഗ് ആൻഡ് ഓപ്ഷൻ ഡി റീഡിംഗ്. ശ്രദ്ധിക്കുക, ഈ രണ്ട് ഓപ്ഷനിലും എന്താണ്? വെർബിന്റെ ING രൂപമാണ്, അല്ലെ? നമുക്കിവിടെ ആവശ്യം എന്താണ്? ജെറണ്ട് ഫോമാണ്. ജെറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ING. പക്ഷേ ഇതിനോടൊപ്പം ഒരു പോയിന്റും കൂടി ആഡ് ചെയ്യുക. വെർബിന്റെ അടിസ്ഥാന രൂപത്തോടൊപ്പം ING മാത്രം വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജെറണ്ടായിട്ട് പരിഗണിക്കേണ്ടത്. ക്ലിയർ ആണോ? അതായത് വെർബിന്റെ അടിസ്ഥാന രൂപത്തോടൊപ്പം ING മാത്രമുള്ളതിനെയാണ് നമ്മൾ എന്തായിട്ട് പരിഗണിക്കേണ്ടത്? ജെറണ്ടായിട്ട് പരിഗണിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ശ്രദ്ധിക്കുക, പ്ലേ എന്നുള്ള വെർബിന്റെ ജെറണ്ട് ഫോം എന്താണ്? പ്ലേയിങ് ആണ്. നമ്മളിവിടെ ഈസ് പ്ലേയിങ് എന്ന് എഴുതിയാൽ അതെന്തല്ല, ജെറണ്ട് ഫോം ആയിട്ട് പരിഗണിക്കേണ്ട കാര്യമില്ല. മറിച്ച് പ്ലേയിങ് എന്നുള്ള മാത്രമാണ് എന്ത്? അതിന്റെ ജെറണ്ട് ഫോം, ഇല്ലേ? സോ അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ എന്താണ്? റീഡിന്റെ ജെറണ്ട് ഫോം ആയിട്ട് ആരെ മാത്രം പരിഗണിച്ചാൽ മതി? റീഡിങ്ങിനെ. സോ ടു ബി റീഡിംഗ് നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. ദെൻ ആൻസർ എന്താണ്? റീഡിംഗ് ആണ്. അപ്പോ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, തന്നിരിക്കുന്നതിൽ നിന്ന് ജെറണ്ട് ഫോം പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ അടിസ്ഥാന രൂപത്തോടൊപ്പം ING രൂപം മാത്രം പിക്ക് ചെയ്താൽ മതി. ദെൻ ഇവിടെ ആൻസർ എങ്ങനെ വരും? രാജു എൻജോയ്സ് റീഡിംഗ് ദ ഡ്രാമാസ്. പക്ഷേ ഇവിടെ വെച്ച് തീർന്നില്ല. കാരണം നമ്മളിവിടെ ജെറണ്ട് ഫോമായിട്ട് ബന്ധപ്പെട്ട സെക്ഷനിൽ ആയതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് എന്ത് റീഡിംഗ് എന്ന ആൻസർ പറയാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ എങ്ങനെയാണ് റീഡിംഗ് വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനൊരാളുണ്ട്. അതായത് ഈ സെന്റൻസിൽ ഒരാളുണ്ട്. ആരാണ്? എൻജോയ്സ്. ഈ സെന്റൻസിലെ വേർഡ് ഏതാണ്? എൻജോയ്സ്. ഈ എൻജോയ്സ് കാരണമാണ് ഇവിടെ നമ്മൾ ആരെ ഉപയോഗിച്ചിരിക്കുന്നത്? റീഡിംഗ് എന്ന് പറയുന്ന
ജെറണ്ട് ഫോം ഉപയോഗിച്ചിരിക്കുന്നത്? കാരണമൊന്നുമില്ല, വളരെ എളുപ്പമാണ്. നമ്മൾ ഇംഗ്ലീഷ് PSC ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട് ഹാർഡ് വർക്ക് വേണം, പക്ഷെ അതിനോടൊപ്പം തന്നെ സ്മാർട്ട് വർക്കും ആവശ്യമാണ്. അതായത് ചില കണ്ടീഷൻസ്, ചില ടെക്നിക്സ് അത് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. എൻജോയ്സ് എന്നൊരു വേർഡിന് ശേഷം നമ്മൾ തുടർന്ന് എന്ത് ഉപയോഗിക്കണം? ജെറണ്ട് ഫോംസ് ഉപയോഗിക്കണം. എൻജോയ്സ് എന്ന് പറയുന്ന വേർഡിന് ശേഷം നമ്മൾ തുടർന്ന് എന്താണ് ഉപയോഗിക്കേണ്ടത്? ജെറണ്ട് ഫോംസ് ഉപയോഗിക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്? രാജു എൻജോയ്സ് റീഡിംഗ് ദ ഡ്രാമാസ്. ഇനി എൻജോയ്സിനെ പോലെ തന്നെ ഉപയോഗിക്കുന്ന കുറച്ച് വേർഡുകളാണ് ഇവരൊക്കെ. ആരൊക്കെയാണ് നോക്കാം. ഒന്ന് നമ്മൾ പറഞ്ഞു എൻജോയ്. രണ്ടാമത്തെ എന്താണ്? കീപ്പ്. കീപ്പിന് ശേഷം നമ്മൾ എന്ത് ഉപയോഗിക്കണം? ജെറണ്ട് ഫോം. അടുത്ത എന്താണ്? അവോയ്ഡ്. അവോയ്ഡിന് ശേഷം എന്ത്? ജെറണ്ട് ഫോം. അടുത്ത എന്താണ്? സ്റ്റോപ്പ്. സ്റ്റോപ്പിന് ശേഷം എന്ത്? ജെറണ്ട് ഫോം. അപ്പൊ ഇവരെ ഒന്ന് ബൈഹാർട്ട് ചെയ്യുക. ഇവര് മാത്രമല്ല, ഇനിയും വേർഡുകളുണ്ട്. പക്ഷെ നമുക്ക് പഠിക്കുന്ന എളുപ്പത്തിന് വേണ്ടി കുറേശ്ശെ പഠിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇവരെ ഒന്ന് ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോടൊപ്പം തന്നെ പറഞ്ഞു പോകാൻ ശ്രമിക്കുക. എന്താണ്? എൻജോയ്, കീപ്പ്, അവോയ്ഡ്, സ്റ്റോപ്പ്. ഇതൊക്കെയാണ് എൻജോയ്, കീപ്പ്, അവോയ്ഡ്, സ്റ്റോപ്പ്. ഓക്കെ, അപ്പോ നമ്മള് ജെറണ്ട് ഫോം ഉപയോഗിക്കുന്ന സാഹചര്യം ഇവിടെ വ്യക്തമാക്കി. ഈ വേർഡുകളെ ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ഇപ്പൊ നമ്മള് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ജെറണ്ട് എന്നുള്ള സെക്ഷനിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ഹീസ് അഡിക്റ്റഡ് ടു ഡാഷ് ഹെവിലി. ഹീസ് അഡിക്റ്റഡ് ടു ഡാഷ് ഹെവിലി. ഓപ്ഷൻസ്: സ്മോക്ക്, സ്മോക്ഡ്, ഓപ്ഷൻ സി സ്മോക്കിംഗ്, ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. നമുക്കറിയാം ഇത് ജെറണ്ടുമായിട്ട് ബന്ധപ്പെട്ട പോർഷൻ ആണ്. തീർച്ചയായിട്ടും ഇതിനകത്ത് നമുക്ക് ആരെയാണ് ആവശ്യം? ജെറണ്ട് ഫോം ആണ്. ഓക്കെ, സ്മോക്ക് ING അല്ല, സ്മോക്ഡ് ING അല്ല, ഓപ്ഷൻ സി സ്മോക്കിംഗ് അല്ലെ ING ആണ്. വേറെ ഒന്നും ഇതുമായിട്ട് താരതമ്യം വരുന്ന വേറെ ഒന്നും വന്നിട്ടില്ല. ദെൻ ആൻസർ എന്താണ്? സ്മോക്കിംഗ് എന്നുള്ളതാണ് അല്ലെ. സോ ഇവിടെ ആൻസർ നമുക്കൊന്ന് ചേർത്ത് വായിക്കാം. എങ്ങനെ വരും? ഹീസ് അഡിക്റ്റഡ് ടു സ്മോക്കിംഗ് ഹെവിലി. ഹീസ് അഡിക്റ്റഡ് ടു സ്മോക്കിംഗ് ഹെവിലി. പക്ഷേ ഇവിടെ എന്തുകൊണ്ടാണ് ജെറണ്ട് ഫോം ഉപയോഗിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലെ. സോ തീർച്ചയായിട്ടും ഇതിനകത്ത് നമുക്ക് എന്താണ്? ഒരു കീവേഡ് ഉണ്ട്. ആരാണ് അയാള്? ശ്രദ്ധിക്കുക, ആരാണ് അയാള്? ഈസ് അഡിക്റ്റഡ് ടു. അതായത് ഈസ് അഡിക്റ്റഡ് ടു എന്ന പ്രയോഗത്തിന് ശേഷം നമ്മൾ ആരെ ഉപയോഗിച്ചോണം? ജെറണ്ട് ഫോംസ് ഉപയോഗിച്ചോണം. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ്. ഈസ് അഡിക്റ്റഡ് ടു ഈ പ്രയോഗത്തിന് ശേഷം നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ജെറണ്ട് ഫോം. അതുകൊണ്ടാണ് ഇവിടെ ഹി ഈസ് അഡിക്റ്റഡ് ടു സ്മോക്കിംഗ് ഹെവിലി എന്ന് ഇവിടെ ആൻസർ വന്നത്. അപ്പൊ ഇതുപോലെ തന്നെ ഈസ് അഡിക്റ്റഡ് ടു ഇതേ പ്രയോഗത്തിൽ തന്നെ പ്രയോഗിക്കുന്ന കുറച്ച് പേരെയാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഓപ്ഷൻ കാണുമ്പോൾ ചെറിയൊരു ഡൗട്ട് തോന്നും. കാരണം ഇവിടെ ക്വസ്റ്റ്യനിൽ ഈസ് അഡിക്റ്റഡ് ടു എന്നാണ്. പക്ഷെ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് ബി അഡിക്റ്റഡ് ടു. അടുത്ത എന്താണ്? ബി കമ്മിറ്റഡ് ടു. അടുത്ത എന്താണ്? ബി ഡെഡിക്കേറ്റഡ് ടു. ആൻഡ് അടുത്ത എന്താണ്? ബി യൂസ്ഡ് ടു. അപ്പൊ ചിലർക്കൊരു ഡൗട്ട് തോന്നും, ഇവിടെ ഈസ് വന്നില്ലേ, ഇവിടെ എന്താണ് പിന്നെ ബി വന്നേന്ന്. അതൊന്നുമില്ല. നമ്മള് ഓക്സിലറി വെർബുകളിലുള്ള ഈസ്, ആം, ആറ്, വാസ്, വേർ ഇവരെ നമ്മൾ പൊതുവെ എന്താണ്? ബി ഫാമിലി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ആരൊക്കെയാണ്? ഈസ്, ആം, ആറ്, വാസ്, വേർ ഇവരെ നമ്മൾ പൊതുവെ എന്താണ്? ഇംഗ്ലീഷിലെ ബി ഫാമിലി എന്ന് അറിയപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരായിട്ട് എടുത്ത് എഴുതണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് ബി എന്ന് ആ കുടുംബ പേര് എഴുതി വെച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യം ഇവിടെ ഈ വേർഡുകൾ കാണാതെ പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ മനസ്സിലാക്കുക, ഈസ് അഡിക്റ്റഡ് ടു എന്ന് പറഞ്ഞാൽ എന്താണ്? ജെറണ്ട് ഫോം. അതുപോലുള്ള കുറച്ച് വേർഡുകളാണ്. ഏതൊക്കെയാണ്? ബി അഡിക്റ്റഡ് ടു. അപ്പൊ ബി എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബി അഡിക്റ്റഡ് ടു, ബി കമ്മിറ്റഡ് ടു, ബി ഡെഡിക്കേറ്റഡ് ടു, ബി യൂസ്ഡ് ടു. ഏതൊക്കെയാണ് ആ വേർഡുകള്? ബി അഡിക്റ്റഡ് ടു, ബി കമ്മിറ്റഡ് ടു, ബി ഡെഡിക്കേറ്റഡ് ടു, ബി യൂസ്ഡ് ടു. തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇത് എഴുതിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇതൊന്ന് പോസ് ചെയ്തതിന് ശേഷം ഈ വേർഡുകൾ എഴുതിയെടുക്കുക, ബൈഹാർട്ട് ചെയ്യുക അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് ആ വേർഡുകൾ ഒന്നുകൂടി പറയാം. ബി അഡിക്റ്റഡ് ടു, ബി കമ്മിറ്റഡ് ടു, ബി ഡെഡിക്കേറ്റഡ് ടു, ആൻഡ് ബി യൂസ്ഡ് ടു. അപ്പൊ ഇവയ്ക്ക് ശേഷം നമ്മൾ എന്ത് ഉപയോഗിക്കണം? ജെറണ്ട് ഫോംസ്